ഹലോ ഹായ് നമസ്കാരം പ്രിയമുള്ള കലാസ്നേഹികളെ ഹേയ് ജവാനി തോ ഇഷ്ക് ഹോന ഹേ എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ പോയി കണ്ടു. ഈ വെള്ളിയാഴ്ച എങ്ങാണ്ട് റിലീസായതാണ്. എനിക്ക് ഒരാവശ്യമില്ലായിരുന്നു, ഒഴിവാക്കി വിട്ടാൽ മതിയായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ ഇനി അഥവാ നല്ലൊരു സിനിമയാണെങ്കിലോ, ബോളിവുഡ് നിരത്തി നിരത്തി പടക്കം പൊട്ടിച്ച് പൊട്ടിച്ച് തളർന്നിട്ടിപ്പോൾ ഇടയ്ക്ക് എപ്പോഴെങ്കിലും നല്ല സിനിമ വരും എന്ന് പറയുന്ന ഒരു പ്രതീക്ഷയുണ്ടല്ലോ. അപ്പോൾ ആ പ്രതീക്ഷയിൽ എന്തെങ്കിലും കാണുമോ എന്നറിയാൻ വേണ്ടിയിട്ട് തിയേറ്ററിലേക്ക് പോയി കണ്ട സിനിമയാണ്. ഈ സിനിമയ്ക്ക് സെൻസർ ബോർഡ് കൊടുത്തിരിക്കുന്ന സർട്ടിഫിക്കറ്റ് US 16+ ആണ്. 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് വിവരമുള്ള പേരൻസിൻ്റെ ഗൈഡൻസോട് കൂടി ഈ സിനിമ കാണാവുന്നതാണ്. പക്ഷേ ആ പേരൻസിൻ്റെ കാര്യത്തിൽ പോലും എനിക്കൊരു പ്രതീക്ഷയില്ല. ഈ സിനിമയിൽ കാണിച്ചു കൂട്ടിയിരിക്കുന്ന കോണ്ടന്റിനെ വെച്ച് നോക്കുമ്പോൾ 18+ എന്ന് വേണമെങ്കിൽ വെക്കാം, പക്ഷേ ഈ സിനിമയ്ക്കൊന്നും സർട്ടിഫിക്കറ്റ് പോലും കൊടുക്കേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുകൊണ്ട് ഈ സിനിമയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ 18+ ആയി പോകാനുള്ളൊരു സാധ്യതയുണ്ട്. പക്ഷേ ഒരു സിനിമ എങ്ങനെ എടുക്കരുത്, ഒരു റിലേഷൻഷിപ്പ് എങ്ങനെ ആവരുത് എന്നുള്ള കാര്യങ്ങൾ കൂടി പ്രതിപാദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു വാണിംഗ് അവഗണിക്കാവുന്നതാണ്. സിനിമയുടെ കഥയെക്കുറിച്ച് വളരെ ചുരുങ്ങിയ വാക്കിൽ പറയാനാണെങ്കിൽ, അല്ലെങ്കിൽ ആ എക്സ്പീരിയൻസിനെ കുറിച്ച് ചുരുങ്ങിയ വാക്കുകളിൽ പറയാനാണെങ്കിൽ, കോണ്ടം ഉപയോഗിക്കാത്തത് കൊണ്ട് ഗർഭിണിയാവുന്നു. അതിനുശേഷം കോണ്ടം ഉപയോഗിച്ചിട്ടും ഗർഭിണിയാവുന്നു. പക്ഷേ ഈ ഗർഭിണികളായിരിക്കുന്നത് രണ്ട് പെൺകുട്ടികളാണ്. രണ്ടിലും കോമൺ ആയിട്ടുള്ളത് നമ്മുടെ നായകനാണ്. പിന്നെ ഒരു പെൺകുട്ടി അയാൾ കല്യാണം കഴിച്ചതാണ്, ഡിവോഴ്സിന് തൊട്ട് മുമ്പാണ്. അടുത്ത പെൺകുട്ടി കല്യാണം പോലും കഴിച്ചിട്ടില്ല, കല്യാണത്തിലേക്ക് വരുന്നേ ഉള്ളൂ. എന്തായാലും ഇങ്ങനെ രണ്ട് ഗർഭങ്ങളുമായിട്ട് ഈ സിനിമ മുന്നോട്ട് പോകുമ്പോൾ സിനിമ മുഴുവൻ ആദ്യം ഓടിത്തുടങ്ങുന്ന, പിന്നെ കിതച്ചു തുടങ്ങുന്ന, ഇഴഞ്ഞു തുടങ്ങുന്ന, നിരങ്ങി ക്ലൈമാക്സ് വരെ പോകുന്ന, അങ്ങനെ പ്രേക്ഷകനെയും കൂടി ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഈ സിനിമ തീരുമ്പോൾ ഏതൊരു പ്രേക്ഷകനും ചിന്തിച്ചു പോകും, എൻ്റെ അച്ഛനും അമ്മയൊക്കെ കോണ്ടോ ഉപയോഗിച്ചിരുന്നെങ്കിൽ ഈ പുല്ല് കാണാൻ വേണ്ടി ഞാനിവിടെ ഇരിക്കേണ്ടായിരുന്നല്ലോ, അല്ലെങ്കിൽ എനിക്ക് ഈ ഗതികേട് വരില്ലായിരുന്നല്ലോ എന്നുള്ളത്. അത്ര മനോഹരമായിട്ടുള്ളൊരു സിനിമയാണ് ഹേയ് ജവാനി തോ ഇഷ്ക് ഹോന ഹേ. വരുൺ ധവാൻ ഉണ്ട്, മൃണാൾ താക്കൂർ ഉണ്ട്, മൗനി റോയ് ഉണ്ട്, പൂജ ഹെഗ്ഡെ ഉണ്ട്. അങ്ങനെ ഒരു അത്യാവശ്യം വലിപ്പമുള്ള താരനിരയൊക്കെ സിനിമയിലുണ്ട്. സിനിമയെക്കുറിച്ച് അതിൻ്റെ അഭിപ്രായമായിട്ട് എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ അങ്ങനെ കണ്ടു തീർത്തൊരു സിനിമയാണ്. എൻ്റെ തൊട്ടിപ്പുറത്ത് തിയേറ്ററിൽ ഓൾറെഡി ഹിന്ദി സംസാരിക്കുന്ന ആളുകളാണ് കൂടുതലുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ തൊട്ടപ്പുറത്തിരുന്ന ആൾ ഫസ്റ്റ് ഹാഫിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കൈയടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. അയാളുടെ ആ ശ്രമങ്ങൾ കണ്ടപ്പോൾ എനിക്ക് പുള്ളിയോട് പറയണമെന്നുണ്ടായിരുന്നു, ഭയ്യ ആ പരേശാൻ മത്കരോ, കുറച്ച് നേരം കൂടി ഇരിക്കൂ ഹേ എന്നുള്ളത്. എന്തായാലും അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ പുള്ളി ഉറങ്ങി. പിന്നെ പുള്ളീനെ കൊണ്ട് നമുക്ക് ശല്യമില്ല, പുള്ളിക്ക് സിനിമയും ഒരു ശല്യമാവുന്നില്ല, ഭാഗ്യവാൻ. അങ്ങനെ ഉറങ്ങി തീർത്തു. പക്ഷേ നമുക്കങ്ങനെ ഉറങ്ങാൻ പറ്റില്ലല്ലോ, നമുക്ക് ഈ സിനിമയെക്കുറിച്ച് സംസാരിച്ചല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഇനി അങ്ങോട്ട് ഞാൻ ഈ സിനിമയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കുറച്ച് സ്പോയിലർ എലമെൻറ്റുകൾ ഉണ്ടാകും. ഇതിൻ്റെ കഥയും അതിലെ വൃത്തികേടുകളൊക്കെയാണ് പറയാനുള്ളത്. സോ സ്പോയിലർ കേൾക്കേണ്ടതാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇങ്ങനെ കണ്ടിന്യൂസ് പ്ലേ ചെയ്തിട്ട് ചെവി പൊത്തിപ്പിടിക്കാം, അതല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് വേറെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ വരുൺ ധവാനും മൃണാൾ താക്കൂറും സിനിമ തുടങ്ങുമ്പോൾ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആളുകളാണ്. 5 കൊല്ലം കഴിഞ്ഞ് അവരുടെ കല്യാണം കഴിഞ്ഞിട്ട്. പക്ഷേ ഇരുവർക്കും കുട്ടികളില്ല. എനിക്കൊരു കുഞ്ഞിക്കാല് കണ്ടേ പറ്റൂ എന്നുള്ള ആഗ്രഹത്തിൽ തൻ്റെ ഭാര്യയുമായി എപ്പോഴും ഫിസിക്കലി റിലേറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായിട്ടാണ് വരുൺ ധവാനെ നമ്മൾ കാണുന്നത്. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് ഒരു കുഞ്ഞിനെ വേണമെന്ന് ഇവനിങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു കമ്പനിയുടെ CEO അല്ലേ, എനിക്ക് എൻ്റെ കരിയർ അല്ലേ വലുത് എന്നൊക്കെ പറഞ്ഞിട്ട് കോടതിയിൽ നിന്നും മൃണാൾ താക്കൂർ ഡിവോഴ്സ് ആവശ്യപ്പെടുന്നു. കേൾക്കുമ്പോൾ ഭയങ്കര സീരിയസ് കാര്യം പോലെയൊക്കെ തോന്നുമെങ്കിലും സിനിമയ്ക്കകത്ത് ഭയങ്കര കോമഡി ആയിട്ട് കാണിക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ട്. ഞാൻ എൻ്റെ ഭാര്യയുമായി അങ്ങനെ പല കാര്യങ്ങൾക്ക് ശ്രമിക്കുന്ന സമയത്ത് അവൾ എന്നെ ചവിട്ടി വീഴ്ത്തി സാർ എന്നൊക്കെ കോടതിയെ പറയുകയും ജഡ്ജി ഇതൊക്കെ കേട്ടിട്ട് ഓഹോ എന്താ അവിടെ സംഭവിച്ചത് എന്നുള്ള രീതിയിൽ കൊഞ്ചി കുണുങ്ങി ചോദിക്കുന്നതൊക്കെ ആയിട്ട് നല്ല വൃത്തികേടായിട്ടാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഇവർ പ്രേമിച്ചു, കല്യാണം കഴിച്ച് 5 കൊല്ലം കഴിഞ്ഞ് ഒരു കുഞ്ഞിനെ വേണമെന്ന് ഭർത്താവ് ആഗ്രഹിക്കുകയും ഭാര്യയ്ക്ക് അതിൽ താല്പര്യമില്ലാതിരിക്കുകയും ചെയ്യുന്ന സമയത്ത് ഡിവോഴ്സ് വേണമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഞാനൊരു 6 മാസം തരാം, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് എന്ന് പറഞ്ഞിട്ട് ജഡ്ജി അവരെ മടക്കി അയക്കുകയാണ്. പക്ഷേ മൃണാൾ താക്കൂർ ആൾ ഡീസൻ്റാണ്. വളരെ ക്ലിയറായിട്ട്, വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഭർത്താവിനോട് പറയുന്നു, നമ്മൾ തമ്മിൽ ഒരുമിച്ച് പോകില്ല, നമുക്കിത് ഇവിടം വെച്ച് അവസാനിപ്പിക്കാം, ഞാൻ എൻ്റെ കരിയറുമായിട്ട് പോകാം, നീ നിൻ്റെ ലൈഫിൽ മൂവ് ഓൺ ചെയ്യൂ എന്നൊക്കെ പറയാം. അപ്പോൾ വരുൺ ധവാൻ എന്തായാലും പോവല്ലേ, നമ്മൾ കല്യാണത്തിന് മുമ്പ് ഫസ്റ്റ് അടിച്ച സാധനമില്ലേ അതിവിടെ ഇരിപ്പുണ്ട്, ഇത് മദ്യേ. അപ്പോൾ അതടിച്ചിട്ട് നമുക്ക് ഈ ബന്ധം അങ്ങോട്ട് അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞ് രണ്ടുപേരും മദ്യപിക്കുന്നു. പിന്നെ നമ്മളെ സ്ക്രീനിലൊന്നും കാണിക്കില്ല, നമുക്ക് പിന്നെ ഇതൊന്നും കണ്ടാൽ മനസ്സിലാവില്ലല്ലോ. നമ്മൾ ജീവിതത്തിൽ ആദ്യമായിട്ടല്ലേ ഇങ്ങനെ ഒരു സീൻ കാണുന്നത്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാവേ ഇല്ല അവർ തമ്മിൽ ഈ മദ്യപാനത്തിന് ശേഷം സെക്ഷലി ബന്ധപ്പെടുമെന്നും മൃണാൾ താക്കൂർ ഗർഭിണിയാവും എന്നുള്ളത്. ആ സമയത്ത് ഈ മദ്യലഹരിയിലായിരിക്കുന്നതുകൊണ്ട് അവർ പ്രൊട്ടക്ഷൻ ഉപയോഗിക്കാൻ മറന്നു പോകും എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം. പക്ഷേ നമുക്കിത് അറിയില്ല എന്നാണ് ഇതിൻ്റെ സംവിധായകനൊക്കെ വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെ മദ്യത്തിൻ്റെ പുറത്ത് സംഭവിച്ചു പോയ കാര്യത്തെക്കുറിച്ച് യാതൊരു ഓർമ്മയില്ലാതെ വരുൺ ധവാൻ അവിടുന്ന് നേരെ UK പോവാണ്. അവിടെ വെച്ചാണ് രണ്ടാമത്തെ നായികയായിട്ടുള്ള പൂജ ഹെഗ്ഡെ വരുന്നത്. എനിക്ക് ഇന്നൊരു പാസ്റ്റ് ഇருக்கு എന്ന് പറയുന്ന പോലെ ഈ പൂജ ഹെഗ്ഡെയും വരുൺ ധവാനും തമ്മിലൊരു പാസ്റ്റ് ഉണ്ട്. അതായത് പൂജ ഹെഗ്ഡെ റിവർ റാഫ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സമയത്ത്, ഇന്ത്യയിലായിരുന്ന സമയത്ത്, അവർ പുഴയിൽ കൂടി ഇങ്ങനെ തുഴഞ്ഞു പോകുന്ന സമയത്ത് വള്ളം മറിഞ്ഞ് ഇവർ വെള്ളത്തിൽ മുങ്ങിച്ചാവാൻ പോകുമ്പോൾ ഓൾറെഡി മറ്റേ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിട്ടുള്ള വേറെ ഒരുപാട് ആളുകളുണ്ട്. പൂജ ഹെഗ്ഡെ ഇട്ടിട്ടുണ്ട്. പക്ഷേ ആ ഒഴുക്കിപ്പെട്ട് പൂജ ഹെഗ്ഡെ മുങ്ങി മരിക്കാൻ പോവുകയാണ്. ഒറ്റ മനുഷ്യൻ, ആ പ്രദേശത്ത് നിൽക്കുന്ന ഒരാൾ പോലും ഇത് കാണുന്നില്ല കേട്ടോ. വരുൺ ധവാൻ ദൂരെ
ഒരു പാലത്തിൻ്റെ മുകളിൽ നിൽക്കുകയായിരുന്നു. ഇങ്ങനെ ഈ സിനിമയിൽ ഫോട്ടോഗ്രാഫറാണ്. ഒരൊറ്റ ഫ്രെയിം പോലും വൃത്തിക്കെടുക്കുന്നത് ഞാൻ കണ്ടില്ല. വെറുതെ ക്യാമറ തെക്കോട്ടും വടക്കോട്ടും ഒക്കെ പിടിച്ചിട്ട് ഒരു ഫോട്ടോ പോലും മെനക്കെടുക്കാത്ത ഇവൻ വലിയ ലക്ഷങ്ങൾ വാങ്ങിക്കുന്ന ഒരു ഫോട്ടോഗ്രാഫറാണ് ഈ സിനിമയിൽ. അപ്പോൾ അങ്ങനെ ഈ പാലത്തിൻ്റെ മുകളിൽ നിന്ന് ഫോട്ടോ എടുക്കുന്ന സമയത്താണ് ഒരു കുഞ്ഞു ഉറുമ്പ് പോകണ പോലെ ഈ പെണ്ണ് വെള്ളത്തിൽ ഒഴുകി പോകുന്ന അവൻ കാണുന്നു. അവന് ഓട്ടം ഓടിച്ചെന്ന് ഈ പെണ്ണിനെ പുഴയിലിറങ്ങി രക്ഷിച്ചുകൊണ്ട് വരും. ആ പുഴയിലെ വെള്ളപ്പൊക്കത്തിൻ്റെയൊക്കെ ഗ്രാഫിക്സ് ഉണ്ടല്ലോ, മുട്ടിൻ്റെ അത്രയും ഹൈറ്റുള്ള വെള്ളത്തിലാണ് പൂജ ഹെഗ്ഡെ അയ്യോ ഞാൻ മുങ്ങി മരിക്കാൻ പോണേന്ന് പറയുന്ന എക്സ്പ്രഷനൊക്കെ ഇടുന്നത്. അതിൻ്റെ കൂടെ ഒരു VFX കൂടി ചെയ്തിട്ടുണ്ട്, ഗംഭീരമായിരുന്നു. അങ്ങനെ വെള്ളത്തിൽ നിന്ന് രക്ഷിച്ചുകൊണ്ട് വരുമ്പോഴേക്കും നായികയെ രക്ഷിച്ചുകൊണ്ട് വരികയല്ലേ. അപ്പോൾ പിന്നെ എന്തായാലും കൃത്രിമശ്വാസം കൊടുക്കണമല്ലോ. കൃത്രിമശ്വാസം കൊടുത്ത് അവളെ രക്ഷിച്ച് കഴിഞ്ഞിട്ട് അവൾക്ക് അവനോട് എന്തോ പറയണമെന്ന് തോന്നും, പക്ഷേ അവനെ പിന്നീട് കാണില്ല. അവനാണ് UK വെച്ച് അപ്രതീക്ഷിതമായി നമ്മുടെ പൂജ ഹെഗ്ഡെയുടെ മുന്നിൽ വരുന്നത്. പൂജ ഓടിച്ചെന്ന് അവൻ അപ്പം തന്നെ ചുണ്ടിലൊരു ഉമ്മ കൊടുക്കും. അന്ന് കിട്ടിയ കൃത്രിമശ്വാസം തിരിച്ചു കൊടുക്കാനാണ് എന്ന് ചിലപ്പോൾ നമുക്ക് തോന്നിയേക്കാം. പക്ഷെ അല്ല, അന്ന് പറയാൻ പറ്റാതിരുന്ന നന്ദി ഇപ്പം പറയാൻ വേണ്ടി വന്നു എന്നുള്ളതാണ്. എന്തായാലും ആദ്യ കാഴ്ചയിൽ തന്നെ വെള്ളോടിയും ഡാൻസും പരിപാടിയൊക്കെ ഉണ്ട്, വരുന്നു എന്ന് ചോദിച്ചിട്ടൊരു ഇൻവിറ്റേഷൻ പൂജ ഹെഗ്ഡെ വരുൺ ധവാന് കൊടുക്കുന്നു. വരുൺ ധവാൻ അവിടെ ചെല്ലുന്നു. അവിടെ മദ്യപിച്ച് മധോന്മത്തരായിരിക്കുന്ന അവർക്കിടയിൽ മറ്റൊരു കോൺവെർസേഷൻ കൂടി ഉണ്ടാകുമ്പോൾ പൂജ ഹെഗ്ഡെ അടുത്ത ഇൻവിറ്റേഷൻ കൊടുക്കുകയാണ്. എൻ്റെ വീട്ടഡ്രസ്സ് ഇതാണ്, ചുവന്ന ഡോറ് നോക്കി വന്നാൽ മതി, രാത്രി നമുക്ക് കാണാം എന്ന്. വരുൺ ധവാൻ ഭാര്യ ഡിവോഴ്സൊക്കെ ആവാൻ പോകുന്നു, അവൾ മൂവ് ഓൺ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പുള്ളി രാത്രി നേരെ ആ പെണ്ണിൻ്റെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അവളുടെ ഏട്ടൻ അവനെ പോക്കുന്നു. പക്ഷേ ഏട്ടൻ ഹിന്ദിക്കാരുടെ ഡയലോഗും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിൽ ആൾ ഭയങ്കര പുരോഗമനവാദിയാണ്. അനിയത്തി വന്നിട്ട് ഇവനെ ഞാനാണ് ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളത്, ഞങ്ങൾ തമ്മിലൊന്ന് അടുത്ത് ഇടപഴകി നോക്കട്ടെ എന്നൊക്കെ പറയുമ്പോൾ ആയിക്കോട്ടെ സൂപ്പർ, എൻ്റെ പെങ്ങളെ ചതിച്ചാൽ ഞാൻ കൊന്നുകളയും എന്നൊക്കെ പറയുന്ന പോലത്തെ ഡയലോഗ് പറയുന്നു. ഇവരിങ്ങനെ ഒരുമിച്ച് കറങ്ങിയൊക്കെ നടക്കുന്നു. അങ്ങനെ ഒരു ദിവസം വരുൺ ധവാൻ വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്താണ് മൃണാൽ താക്കൂർ തിരിച്ച് കയറി വരുന്നത്. UK വന്നിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, ആ പെൺകുട്ടി ഗർഭിണിയാണ്. ഭയങ്കര ട്വിസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോണ ട്വിസ്റ്റ് ആയിരുന്നു അത്. ആ ട്വിസ്റ്റ് കഴിഞ്ഞ് അടുത്ത ട്വിസ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കുകയില്ല. പൂജ ഹെഗ്ഡെയും ഗർഭിണിയാണ്. വാട്ട് എ ഫാന്റാസ്റ്റിക്. ഇവർ രണ്ടുപേരും തമ്മിൽ 3 മാസത്തെ ഈ ഗർഭകാലത്തിനൊരു 3 മാസത്തെ വ്യത്യാസമുണ്ട്. പിന്നെ സ്വാഭാവികമായും 2 നായികമാരും UK തന്നെയുണ്ട്. രണ്ടുപേരും ഒരേ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു, ഒരേ ഡോക്ടറിൻ്റെ കീഴിൽ അഡ്മിറ്റ് ആവുന്നു. അപ്പോൾ ഇവൻ്റെ കുറേ കൺഫ്യൂഷൻ പരിപാടികളൊക്കെ ഉണ്ടല്ലോ. ഇതിൽ സങ്കടകരമായ ഒരു യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ ഈ ബോളിവുഡിലുള്ള ഒരൊറ്റ ഒരുത്തൻ പോലും മലയാള സിനിമ കാണുന്നില്ല എന്നുള്ളതാണ്. ഇവനൊക്കെ ഇത് കണ്ടിരുന്നെങ്കിൽ ഇങ്ങനത്തെ തട്ടിക്കൂട്ട് സിനിമകളൊന്നും ചെയ്യില്ലായിരുന്നു. സിനിമയുടെ ഒരു ഫസ്റ്റ് ഹാഫ് നമ്മൾ കാണുമ്പോൾ എനിക്ക് പട്ടണത്തിൽ സുന്ദരനൊക്കെയാണ് ഓർമ്മ വന്നത്. എനിക്കൊരു കുഞ്ഞിക്കാല് തന്നേ പറ്റൂ, എനിക്കെൻ്റെ കരിയറാണ് വലുത് എന്ന് പറയുന്ന ഭാര്യയും ഭർത്താവും. ആക്ച്വലി അത് വളരെ വാലിഡ് ആയിട്ടുള്ളൊരു പോയിന്റും ഞാൻ ഈ പറയുന്ന പോലെ അല്ലാതെ കുറച്ചുകൂടി റെസ്പെക്ട്ഫുള്ളി അവതരിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷേ ഈ സിനിമയിൽ ഇങ്ങനെയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അങ്ങനെ പട്ടണത്തിൽ സുന്ദരൻ ഒരു വഴിക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അതിനുശേഷം നമ്മുടെ നായകൻ പൂജ ഹെഗ്ഡെയൊക്കെ കണ്ടു കഴിഞ്ഞ് അവളും കൂടി ഗർഭിണിയാകുമ്പോഴേക്കും സിനിമ പഴയ ജയറാമിൻ്റെ പാവക്കൂത്ത് എന്ന് പറയുന്ന സിനിമയിലേക്ക് പോവാണ്. അതായത് അയാൾക്കൊരു ഭാര്യയുണ്ട്, ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫയർ ഉണ്ട്, രണ്ടുപേരും ഒരേ സമയം ഗർഭിണിയാവുന്നു, ഒരേ ഹോസ്പിറ്റലിൽ വരുന്നു. അപ്പോൾ ജയറാം കാട്ടിക്കൂട്ടിയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനെ ഗ്ലോറിഫൈ ചെയ്ത് അന്ന് ആ സിനിമയെ കാണിച്ചു കൂട്ടിയതിനൊക്കെ നമ്മൾ ഇന്നും ട്രോൾ ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുന്ന സാധനമാണ്. അതാണ് ഇവരീ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് ബോയിങ്ങിലെ സീൻ, ഒരേ വീട്ടിൽ തന്നെ 2 മുറികളിലായിട്ട് നായകനും കൂട്ടുകാരനും കൂടി കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുമ്പോൾ 2 നായികമാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കയറി ഇറങ്ങി വരുന്നു എന്ന് പറയുന്ന ആ പഴയ സാധനം ഒരു പുതുമയും ഇല്ലാതെ എഫക്റ്റും ഇല്ലാതെ അതുപോലെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഹാപ്പി ഹസ്ബൻഡ്സ്, അങ്ങനെ കുറേ സിനിമകൾ കോപ്പി അടിക്കാവുന്ന എല്ലാ സിനിമകളിൽ നിന്നും കോപ്പി അടിച്ചിട്ട് എനിക്ക് ഇപ്പോഴാണ് ഈ ആൻസർ ഷീറ്റ് നോക്കുന്ന ടീച്ചേഴ്സിന് കോപ്പി അടിച്ച പിള്ളേരുടെ പേപ്പർ വായിക്കുമ്പോഴുള്ള ആവർത്തന വിരസത എത്ര ആഴത്തിലാണെന്ന് മനസ്സിലാവുന്നത്. അതുകൊണ്ടായിരിക്കും കോപ്പി അടിക്കുന്ന പിള്ളേരെ ടീച്ചേഴ്സിന് ഇഷ്ടമല്ലാത്തത്. നമുക്കിത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സഹിക്കൂലെന്നേ. എന്തായാലും 3 മാസത്തെ ഡിഫറൻസ് ഉണ്ടെങ്കിലും രണ്ടുപേരും ഒരേ ദിവസം പ്രസവിക്കുകയാണ്. ആ പ്രസവം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമ്മുടെ പൂജ ഹെഗ്ഡെ പ്രസവിച്ചിരിക്കുന്ന കുട്ടി 3 മാസം മുൻപേ ജനിച്ചതാണ്. ആ കുഞ്ഞിനെ അവർ പൊതിഞ്ഞ് കയ്യിലെടുത്ത് പിടിക്കുന്നു, ആൾക്കാരെല്ലാം ചുറ്റും കൂടി നിൽക്കുന്നു, ആ കുഞ്ഞിന് അച്ഛൻ ഉമ്മ കൊടുക്കുന്നു. പക്ഷേ ഈ പ്രസവം കഴിഞ്ഞുള്ള സീന മാറ്റി നിർത്തി കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് 2 പേർക്കും കുട്ടികളുള്ളത് നമ്മൾ കാണില്ല. ഇവർ ലിഫ്റ്റിൽ പോകുന്നു, ബന്ധുക്കളും കൂട്ടുകാരും എല്ലാവരും ഒരുമിച്ചൊക്കെ പോകുന്നു, പക്ഷെ കൊച്ചിനെ മാത്രം നമ്മൾ കാണില്ല. അത് ചിലപ്പോൾ പാഴ്സലായിട്ട് ഇന്ത്യയിലേക്ക് അയച്ചിട്ടുണ്ടാവും, നമുക്കറിയില്ല. പിന്നെ ക്ലൈമാക്സ് ആകുമ്പോഴേക്കും നായകൻ്റെ കള്ളത്തരം എല്ലാവരും കണ്ടുപിടിക്കണമല്ലോ. 2 നായികമാരുടെ മുന്നിൽ വെച്ച് അവൻ പിടിക്കപ്പെടുന്നു. പിന്നെ അവൻ ഓട്ടം ഓടുന്നു. ഓടി കുറേ കഴിയുമ്പോൾ അവന് മനസ്സിലാവും സത്യം പറയുന്നതാണ് നല്ലത്. അങ്ങനെ അവൻ 2 സ്ത്രീകളോടും സത്യം തുറന്ന് പറയുന്നു. അപ്പോഴത്തേക്ക് 2 സ്ത്രീകൾ പറയുന്നു എനിക്ക് നിന്നെ വേണ്ട. 2 പേരും പറഞ്ഞു വേണേ നീ എടുത്തോ എന്ന് പറഞ്ഞ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റേ കല്യാണരാമനിൽ സാറിരിക്ക് ഞാൻ വിളമ്പാം,
രാമൻകുട്ടി ഇരിക്കും ഞാൻ വിളമ്പാം എന്നൊക്കെ പറയുന്ന ആ സീനുണ്ടല്ലോ, അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് യവൻ അവിടുന്ന് ടെറസിൻ്റെ മുകളിൽ നിന്ന് താഴെ വീണ് പിന്നെ അവൻ ഇന്ത്യയിലെത്തി കഴിയുമ്പോൾ പുതിയൊരു പെണ്ണ് വരും. ഈ രണ്ട് സ്ത്രീകളും അവനെ ഉപേക്ഷിച്ച് പോയതുകൊണ്ട് മൂന്നാമത്തെ പെണ്ണിൻ്റെ അടുത്ത് അവൻ വീണ്ടും ചെല്ലുകയാണ്. ആദ്യത്തെ തവണ ഭാര്യ കോണ്ട ഉപയോഗിക്കണമെന്ന് പറഞ്ഞു, അവൻ ഉപയോഗിച്ചില്ല, അങ്ങനെ കുഞ്ഞായി. രണ്ടാമത്തെ തവണ ഇപ്പോൾ കുഞ്ഞ് എന്ന് പറയുന്ന ഒരു സാധനം വേണ്ടാന്ന് വിചാരിച്ചിട്ട് അവൻ കോണ്ടം ഉപയോഗിച്ചു, എന്നിട്ടും കുഞ്ഞായി. ഇനി ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് റിലീസായിട്ട് ഈ മൂന്നാമത്തെ കേസിൽ ഇവൻ എന്ത് ചെയ്യും എന്നുള്ളത് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയണമെന്ന് ഒരാഗ്രഹവും. എന്തായാലും ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ പണിയെടുത്തിട്ടുള്ള ആരാന്ന് പറയുക, പണിയെടുത്ത് നടുവൊടിഞ്ഞു പോയിട്ടുള്ള ആൾ ഈ സിനിമയുടെ കളറിങ് ചെയ്തിട്ടുള്ള ആളാണ്. കാരണം ഇതിലെ സ്കിൻ സോഫ്റ്റനിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ, അതായത് നമ്മൾ വരുൺ ധവാൻ്റെയോ അല്ലെങ്കിൽ പൂജ ഹെഗ്ഡെയുടെയോ മൃണാളിൻ്റെയോ ഒക്കെ ഈ സിനിമയിൽ കാണുന്ന ദേഹമില്ലേ, അവിടെ നമ്മളിങ്ങനെ വടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വെണ്ണ ഒഴുകി കിട്ടും എന്ന് പറയുന്ന പോലെ പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇവർ ഓൾറെഡി മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണല്ലോ അഭിനയിക്കുക. അതുകൂടാതെ ഇവരുടെ സ്കിന്ന് സോഫ്റ്റൻ ചെയ്ത് അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. മെഴുകു പ്രതിമകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന പോലെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഫ്രെയിം ബൈ ഫ്രെയിം അത് പിടിച്ചു വെച്ചിട്ടുണ്ട്. എൻ്റെ പൊന്നു മോനെ, എങ്ങനെ സാധിക്കുന്നു? അത് മാത്രമല്ല, ഓരോ ഫ്രെയിമിലും എല്ലാ കളറും ഉണ്ട്. അതായത് ഈ ഷോട്ടിൽ നിന്ന് അടുത്ത ഷോട്ടിലേക്ക് കട്ട് ചെയ്യുമ്പോൾ എല്ലാ കളറും വേണം, എനിക്കൊരു കളർ പോലും മിസ്സാക്കാൻ പറ്റില്ല എന്ന വാശി പുറത്ത് ഷൂട്ട് ചെയ്തത് വെച്ചതുപോലെ എല്ലാ കളേഴ്സും ഉള്ള ഫ്രെയിം, അതിൻ്റെ കൂടെ ഈ ഒടുക്കത്ത സ്കിൻ സോഫ്റ്റനിങ്, വെളുപ്പിക്കൽ, പിന്നെ പാട്ടുകൾ, ചറപറ പാട്ടുകൾ. എന്തോന്നാണ് ഇത്? ഈ പാട്ടുകളെല്ലാം കൂടി ഡിലീറ്റ് ചെയ്താൽ 2.5 മണിക്കൂർ എന്തോ പടമുണ്ട്. ആ പാട്ടുകളെല്ലാം ഒന്ന് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സിനിമയുടെ ലെങ്ത് ഒരു 1.5 മണിക്കൂറിലേക്ക് ചുരുക്കാൻ പറ്റുമായിരിക്കും. പിന്നെ ഇതിൽ ആവർത്തിച്ച് വന്നിട്ടുള്ള പല സിനിമകളിൽ നിന്ന് കോപ്പി അടിച്ച സീക്വൻസുകൾ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു 2 മിനിറ്റും കൂടിയേ പടം ഉണ്ടാവുള്ളൂ. അതും കൂടി അങ്ങോട്ട് വേണ്ടെന്ന് വെക്കുകയാണെങ്കിൽ ഒരുപാട് പ്രേക്ഷകരുടെ മനസ്സമാധാനം നമുക്ക് സേവ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ അനുഭവിച്ചല്ലേ പറ്റുള്ളൂ. അതിൻ്റെ കൂടെയാണ് ഈ മുണുങ്ങി കഥയുള്ളത്. പിന്നെ ടിപ്പിക്കൽ ബോളിവുഡ് പരിപാടികളെല്ലാം പിടിച്ചിട്ടുണ്ട്. അതായത് സിനിമയിൽ ആദ്യം നായകനും നായികയും, അതായത് നമ്മുടെ മൃണാളും വരുൺ ധവാനും 5 കൊല്ലം ആയി കല്യാണം കഴിഞ്ഞിട്ടെന്ന് പറയുന്ന കാര്യം കാണിക്കുമ്പോഴും ഇവരുടെ ഒരു ചെറുപ്പകാലമൊക്കെ കാണിക്കണ്ടേ, എന്നാലല്ലേ മറ്റേ ബീച്ചും അങ്ങനത്തെ കുറച്ച് പാട്ടും പരിപാടിയൊക്കെ കുത്തി കയറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഇവരുടെ പാസ്റ്റ് കാണിക്കുന്നുണ്ട്. നായകനും നായികയും ആദ്യം കണ്ടുമുട്ടുന്നത് ഒരു വെഡ്ഡിങ് സെറിമണി, ബീച്ച്, മദ്യത്തിന് മദ്യം, അങ്ങനെ ഒരു ലോഡ് പരിപാടികളൊക്കെ ആയിട്ട് ഒരു പാട്ട്. അടിപൊളി. ഫ്രഷ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലോകോത്തര ഫ്രഷ്. ഇതിനിടയിൽ ഒരു മഹാവൃത്തിയോട് ഇവർ കാണിക്കുന്നത് അതിഭീകരമായിട്ടുള്ള ബോഡി ഷേപ്പിംഗ് ആണ്. നമ്മുടെ വരുൺ ആദ്യമായി ഈ നായികയെ കണ്ട് ഇഷ്ടപ്പെട്ട് ഒരു കല്യാണത്തിന് ഈ പുള്ളി ഫോട്ടോ എടുക്കാൻ പോയിരിക്കുക. അപ്പോൾ ആ വരൻ ഈ പെണ്ണിനെയാണ് കല്യാണം കഴിക്കുന്നത് എന്ന് ഒരു തോന്നലുണ്ടാകുമ്പോഴേക്കും അവൻ്റെ ബോഡി വെച്ചിട്ട് കളിയാക്കലും വൃത്തികേടും ഒക്കെ പോരാഞ്ഞിട്ട് ഒരു കളിക്കിടയിൽ പൂളിൽ കിടന്നിട്ട് വോളിബോൾ കളിക്കുകയാണ്. ആ ബോൾ വെച്ചൊരു 3-4 പ്രാവശ്യം അവൻ്റെ മൂക്കിനെ ടാർഗറ്റ് ചെയ്ത് അടിച്ച് അവൻ്റെ മൂക്കിൻ്റെ പാലം ഒടിച്ചിട്ട് ഇവർ ഭയങ്കര കോമഡിയൊക്കെ ആയിട്ട്, വരുൺ ധവാൻ്റെ കുറേ കോമഡി സാധനങ്ങളൊക്കെ ഉണ്ട്. പുള്ളി ഡാൻസ് കളിക്കുകയാണോ അഭിനയിക്കുകയാണോ എന്ന് നമുക്ക് എപ്പോഴും സംശയം തോന്നുന്ന പോലെയാണ് ത്രൂ ഔട്ട് ദ മൂവി ഉള്ളത്. അപ്പോൾ എന്തോ വലിയ കാര്യം ചെയ്തു, ഭയങ്കര ഫണ്ണ് തന്നെ എന്നുള്ള രീതിയിൽ സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. ആ കാണിച്ച വൃത്തികേടാണ്. അതായത് ബോഡി ഷേമിങ് കഴിഞ്ഞ് ഒരാളെ ബുള്ളി ചെയ്ത് അയാളുടെ ആരോഗ്യം മുഴുവൻ കളഞ്ഞിട്ട് യവന്മാർ ഡാൻസ് കളിക്കുകയാണ്. ഇതൊക്കെയാണോ ഈ കോമഡി? നാളെ ഇമാതിരി കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുള്ള ഒരു ക്രിമിനൽ കേസൊക്കെ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ രാജ്യം ശ്രദ്ധിക്കുന്ന ഒരു കേസൊക്കെ വരുമ്പോൾ ഇതേ വരുൺ ധവാനും ഈ സിനിമ ഉണ്ടാക്കിയ ആളുകളൊക്കെ പോസ്റ്റ് ഇടും. വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ അവർ കൺട്രി? എന്താണ് ഈ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ആളുകളൊക്കെ എന്തിനാ ഇങ്ങനെ ബുള്ളി ചെയ്യുന്നത്? ആളുകളൊക്കെ എന്തിനാ ഇങ്ങനെ ബോഡി ഷെയിം ചെയ്യുന്നത്? ഭയങ്കര തന്നെ എന്തൊരു തൊലിക്കെട്ടിയാണ്. അങ്ങനെ വെഡ്ഡിങ് സെറിമണിയിലെ പാട്ടും ഡാൻസും പരിപാടിയും കാണിക്കാൻ അത്, രണ്ടാമത്തെ നായിക വരുമ്പോഴും ഇതേപോലെ ഒരു ടിപ്പിക്കൽ ബോളിവുഡ് ഡാൻസും പരിപാടിയും വേണമല്ലോ, അതിനവർ UK ആണ് ലൊക്കേഷനായിട്ട് എടുത്തത്. ഇതൊന്നും പോരാഞ്ഞ് ഇടയിൽ കയറി വരുന്നൊരു കഥാപാത്രത്തിനും ഒരു ഐറ്റം സോങ് മോഡലിലൊരു പരിപാടി കൊടുത്തിട്ടുണ്ട്. പിന്നെ സിനിമയിലെ ഒട്ടും സഹിക്കാൻ പറ്റാത്തൊരു ഒരു മെനകെട്ട പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ നായകൻ്റെ റിംഗ് ടോൺ ആയിരുന്നു. കോമഡിയാണെന്ന് വിചാരിച്ചാണ് ഇവനൊക്കെ അത് വലിച്ചിട്ടിരിക്കുന്നത്. എന്തൊരു അരോചകമാണെന്ന് പറയൂ. തിയേറ്ററിൽ ഹിന്ദി സംസാരിക്കുന്ന കുറേ ആളുകളുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞില്ലേ. ഇടയ്ക്കും തലയ്ക്കും അവർ ചിരിക്കുകയും അതിൻ്റെ ഇടയിൽ പോപ്കോൺ കഴിക്കുകയും, പിന്നെ പോപ്കോൺ തീർന്നപ്പോൾ ഇറങ്ങിപ്പോയ 2 ചേച്ചിമാരുണ്ടായിരുന്നു. അവർ 2 വലിയ പാക്കറ്റ് പോപ്കോണായിട്ടാണ് സിനിമയ്ക്ക് കയറിയത്. സിനിമ തീരുന്നതിന് കുറേ മുമ്പ് പോപ്കോൺ തീർന്നപ്പോൾ അവർ ഇറങ്ങിപ്പോയി, ബാക്കിയുള്ളവർ ഉറങ്ങിപ്പോയി. പക്ഷേ എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തത്, ഇവൻ കല്യാണം കഴിച്ച പെൺകുട്ടി ഡിവോഴ്സിന് ഫയൽ ചെയ്തു. 6 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഡിവോഴ്സ് കൊടുക്കുമെന്ന് കോടതി പറഞ്ഞു. പോകുന്നതിന് മുമ്പ് നീ മൂവ് ഓൺ ചെയ്യണം എന്ന് അവൾ ഓർമ്മിപ്പിച്ചു. പക്ഷേ അവരുടെ ലാസ്റ്റ് സെക്ഷൽ പരിപാടിക്കിടയിൽ അവൾ പ്രഗ്നൻ്റ് ആവുന്നു. ഇത് അവനറിയില്ല, അവൾക്കും ആ സമയത്ത് അറിയുണ്ടാവില്ല. ഇവൻ എന്തായാലും അവിടുന്ന് മറ്റൊരു രാജ്യത്തേക്ക് വന്നു. അവിടെ വെച്ച് അവൻ മൂവ് ഓൺ ചെയ്യാൻ ഭാര്യ പറഞ്ഞിട്ടുണ്ടല്ലോ, അവൻ മൂവ് ഓൺ ചെയ്തു, മറ്റൊരു പെൺകുട്ടിയായിട്ട് ഇഷ്ടത്തിലായി, അവൾ ഗർഭിണിയായി. അപ്പോൾ ആദ്യത്തെ ഭാര്യ വന്നിട്ട് ഈ ഗർഭത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഇതൊക്കെ വാതുറന്ന് പറഞ്ഞൂടെ? അങ്ങനെ പറഞ്ഞ് ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ അവന് പറ്റിയില്ല. കാരണം പൂജ ഹെഗ്ഡെ വന്നിട്ട് ആർ യു സിംഗിൾ, അവർ മിങ്കിൾ ചെയ്യുന്നതിന് മുമ്പ് ആദ്യമേ ചോദിക്കുന്നുണ്ട് ആർ യു സിംഗിൾ. ആ സമയത്ത് ഈ വൃത്തികെട്ടവൻ പറയുന്നത് വെരി മച്ച് സിംഗിൾ എന്നാണ്. എൻ്റെ കല്യാണം കഴിഞ്ഞാണ്, ഡിവോഴ്സിൻ്റെ പ്രോസസ്സ് നടക്കുകയാണ്, ഒരു 6 മാസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിവോഴ്സ് നടക്കും എന്ന് പറയുന്ന കാര്യം പറയുന്നതിന് പകരം വെരി മച്ച് സിംഗിൾ.
എന്നിട്ട് ഈ 2 പെൺകുട്ടികളും ഇവനെ ഉപേക്ഷിച്ച് ക്ലൈമാക്സിന് ശേഷം, അപ്പോഴും ഡിവോഴ്സ് കഴിഞ്ഞിട്ടുണ്ടോയെന്ന് അറിയില്ല, ഇവന് 2 കുട്ടികൾ ലണ്ടനിലുണ്ട്. പക്ഷേ 3-മത്തെ പെൺകുട്ടി അപ്രോച്ച് ചെയ്യുന്ന സമയത്തും അവരും ചോദിക്കും, ആർ യു സിംഗിൾ, വെരി മച്ച് സിംഗിൾ എന്ന് പറഞ്ഞ് ചാടി കയറുന്ന ഒരു കാമപ്രാന്തനാണ് അവൻ. അവനെന്തോ ഭയങ്കര കാര്യം ചെയ്തു, സൂപ്പർ തന്നെ ഏട്ടായി എന്ന് പറയുന്ന രീതിയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു മഹാപരാധമാണ് ഹേയ് ജവാനി തോ ഇഷ്ക് ഹോനാ ഹേ. അവൻ ഇങ്ങനെ ജവാനിയായിട്ടിരിക്കുകയാണെങ്കിൽ ഇനിയും കുറേ ഇഷ്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ആ ഇഷ്കൊക്കെ പിള്ളേരായി മാറാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരു സന്താനോൽപാദന ജീവിയായി മാറിയിരിക്കുന്ന നായകൻ്റെ കഥയാണ് നമ്മൾ ഈ സിനിമയിൽ കണ്ടത്. പക്ഷേ ഇവന് എൻ്റെ ഭാര്യ, അവളുടെ സന്തോഷം സമാധാനം, മറ്റേ പെൺകുട്ടിയും ഞാനല്ലേ ഗർഭിണിയാക്കിയത്, അപ്പോൾ അതിൻ്റെ കാര്യവും ഞാൻ നോക്കണ്ടേ എന്നൊക്കെ പറയുന്ന ആ കെയറിങ്ങും കൂടി കാണുമ്പോഴാണ് നന്നാവില്ല. ബോളിവുഡ് നന്നാവുമെന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല. ആകെ അവിടെ പടം എടുക്കാൻ അറിയാവുന്ന കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ആ പടമൊക്കെ അവന്മാർ 8 നിലയെ പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എത്ര തല്ലിപ്പൊളി പടങ്ങൾ ഇവിടെ ഇറങ്ങുന്നുണ്ട്. അതൊക്കെ കാണാതെ ബോളിവുഡിൽ നിന്ന് വരുന്ന തല്ലിപ്പൊളി പടം കണ്ട് ഹമാര ബജാജ് സംഭവിച്ചു പോയി. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. പക്ഷേ ഈ പറഞ്ഞൊക്കെ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആട്ടോ. സിനിമ ചിലപ്പോൾ നിങ്ങൾക്കൊരു ഗംഭീര സിനിമയായിട്ട് തോന്നിയെന്നൊക്കെ ഉണ്ടാവും. അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സും കൂടി വായിച്ചിട്ടേ ഈ സിനിമ കാണണോ വേണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്ന കുറച്ച് ആളുകളുണ്ടാവും. അവർക്കതൊരു വലിയ സഹായമായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക.